ഇന്ന് നമുക്കൊരു മത്തങ്ങ അവിയൽ വെച്ചാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കൊന്ന് അവിയലിനരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതേ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം മത്തങ്ങയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കടലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണ് കടല കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 6-7 ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. ഒരു 4-5 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക്. നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മത്തങ്ങ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് 2 കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം 2 മിനിറ്റ്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി അവിയലാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. മത്തങ്ങ അവിയലിൻ്റെ കൂടെ കടല വേവിച്ചതോ വൻപയർ പുഴുങ്ങിയതോ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കടല ചേർത്ത് കൊടുത്തത്.